ഡ്രീംഫിൽ ക്രിയേഷൻ്റെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നാണ് നോക്കുന്നത്. ഒരു വ്യക്തി ഒരു പ്രത്യേക ജാതിയിലോ സമുദായത്തിലോ ആണെന്ന് ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തുന്നതിന് സർക്കാരുകൾ ജാതി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അതായത് OBC വിഭാഗക്കാർക്ക് അതത് സംസ്ഥാന അധികൃതർ നൽകുന്നു. OBCക്ക് കീഴിലുള്ള സംവരണവുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം അടിസ്ഥാനമാക്കി കുടുംബങ്ങളെ ക്രീമി ലെയർ, നോൺ ക്രീമി ലെയർ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങളിൽ ഏറ്റവും അർഹരായ ഉദ്യോഗാർത്ഥികളെ ഉയർത്തുക എന്നതാണ് OBC സംവരണത്തിൻ്റെ നോൺ ക്രീമി ലെയറിൻ്റെ ലക്ഷ്യം. OBC നോൺ ക്രീമി ലെയർ സ്ഥാനാർത്ഥിയായി യോഗ്യത നേടുന്നതിന് അപേക്ഷൻ്റെ മാതാപിതാക്കളുടെ വാർഷിക വരുമാനം 8 ലക്ഷത്തിൽ കുറവായിരിക്കണം. കേന്ദ്ര തൊഴിൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ അത് താലൂക്കിൽ നിന്ന് നൽകുന്നു. സംസ്ഥാന വിദ്യാഭ്യാസം അല്ലെങ്കിൽ തൊഴിൽ ആവശ്യങ്ങൾക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമെങ്കിൽ വില്ലേജ് ഓഫീസുകളിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കേരളത്തിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് സത്യവാങ്മൂലം വേണം, അടിസ്ഥാന നികുതി റെസീറ്റ് വേണം, ആദായ നികുതി റിട്ടേണുകൾ ഉണ്ടെങ്കിൽ അത് വേണം, റേഷൻ കാർഡ് വേണം, ശമ്പള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അത് വേണം, അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം, സേവന സർട്ടിഫിക്കറ്റ് വേണം. നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ PDF ആയിട്ട് മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു പേജിന് പരമാവധി 100 KB ഫയൽ വലുപ്പം അനുവദിച്ചിട്ടുണ്ട്. സ്കാൻ ചെയ്യുമ്പോൾ പരമാവധി 100 dBi ഉള്ള ഗ്രേ സ്കെയിൽ ഉപയോഗിക്കുക. ഒരേ ഡോക്യുമെൻറ്റിൻ്റെ ഒന്നിലധികം പേജുകൾ പരമാവധി 10 പേജുകളുള്ള ഒരൊറ്റ PDF സ്കാൻ ചെയ്യാം. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായിട്ട് എടുക്കുന്നതിന് നമുക്ക് കേരള eDistrict പോർട്ടൽ വഴിയാണ് എടുക്കുക. നമുക്ക് ഓൺലൈൻ വഴി എടുക്കാം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാം. വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഓൺലൈൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ക്രോം ആണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ സെർച്ച് ബാറിൽ eDistrict എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരുന്നത്. eDistrict.kerala.gov.in എന്ന വെബ്സൈറ്റ് വരുന്നതാണ്. .gov.in എന്ന ഗവൺമെൻറ് സൈറ്റിൽ മാത്രം നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് eDistrictൽ ഒരു അക്കൗണ്ട് ആദ്യം ആവശ്യമാണ്. eDistrictൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ ഫസ്റ്റ് eDistrict അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ക്രിയേറ്റ് അക്കൗണ്ട് നൗ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പോർട്ടൽ യൂസർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്താൽ മതി. അങ്ങനെ ക്രിയേറ്റ് ആയതിനു ശേഷം സൈൻ ഇൻ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് യൂസർ പോർട്ടൽ എപ്പോഴും യെസ് എന്ന് കൺഫേം ചെയ്യണം. അതിനുശേഷം ലോഗിൻ നെയിം, പാസ്വേഡ്, ഈ ഒരു ക്യാപ്ച നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ലോഗിൻ നെയിം എപ്പോഴും മെയിൽ ID ആയിരിക്കും. നമ്മൾ കൊടുത്ത മെയിൽ ID ആണ് ലോഗിൻ നെയിമായിട്ട് വരിക. എന്നിട്ട് സൈൻ ഇൻ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. നമ്മൾ ആർക്കാണോ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് അവരുടെ പേരിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിന് മുന്നേ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ അതായത് കാസ്റ്റിനോ ഏതിനെങ്കിലും 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും ഒന്നും കൂടെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുവരെ ചെയ്യാത്ത ആളുകളാണെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എടുക്കുക. അതിനുശേഷം നമുക്ക് ആർക്ക് വേണ്ടിയാണോ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് അവരുടെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെയിലാണോ ഫീമെയിലാണോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏജ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. നമുക്ക് ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. JPG ഫോർമാറ്റിലായിരിക്കണം. അതുപോലെ തന്നെ സൈസ് 20 KBൻ്റെ ഉള്ളിലായിരിക്കണം. അതുപോലെ തന്നെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രസൻറ്റ് അഡ്രസ്സാണ്. ഹൗസ് നമ്പർ, ഹൗസ് നെയിം, ലൊക്കാലിറ്റി, പോസ്റ്റ് ഓഫീസ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഡിസ്ട്രിക്റ്റ്. അതിനുശേഷം പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി കോപ്പി പേസ്റ്റ് ആവുന്നതാണ്. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് കമ്പൽസറി ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അച്ഛൻ്റെ നെയിം, അച്ഛൻ്റെ റിലീജിയൻ, കാറ്റഗറി, കാസ്റ്റ്, അതുപോലെ തന്നെ അമ്മയുടെയും പിന്നെ നമ്മൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. മാരിറ്റൽ സ്റ്റാറ്റസ് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നൊക്കെ
ടൈപ്പ് ചെയ്യുക. മാരീഡ് ആണെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ പേര്, പിന്നെ ഗാർഡിയൻ്റെ പേര്. നമ്മുടെ ഇവിടെ വരുന്നത് നമ്മൾ പ്രസൻറ്റ് അഡ്രസ്സിൽ എത്ര വർഷമായി താമസിക്കുന്നു എന്നുള്ളതാണ്. എത്ര വർഷമാണോ അഡ്രസ്സ് വർഷം കൊടുക്കുക. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, റേഷൻ കാർഡ് നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ്, ഇലക്ഷൻ ID കാർഡ് നമ്പർ, പാസ്പോർട്ട് നമ്പർ, SLC രജിസ്ട്രേഷൻ നമ്പർ. SLC ഇയറൊക്കെയാണ്, കമ്പൽസറി ഇല്ല. അതിനുശേഷം ചെക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുക. ഒരു പോപ്പ് മെസ്സേജ് വന്നിട്ടുണ്ട്, വെരിഫൈഡ്, ക്ലിക്ക് സബ്മിറ്റ് ബട്ടൺ ഫോർ ഫർദർ പ്രോസസ്സ്. ഓക്കെ കൊടുത്ത് ഫർദറായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. യുവർ രജിസ്ട്രേഷൻ റെക്കോർഡഡ് സക്സസ്ഫുള്ളി. രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ തന്നിട്ടുണ്ട്. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ന്യൂ ആളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് സർട്ടിഫിക്കറ്റ് സർവീസ് എന്ന മെനുവിലേക്കാണ്. അവിടെ പോയിട്ട് നോൺ ക്രീമി ലെയർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് അപ്ലിക്കൻ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സർട്ടിഫിക്കറ്റ് പർപ്പസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ഉണ്ട്. അതായത് കേരളത്തിൻ്റെ ഉള്ളിൽ ജോലി ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. സെൻട്രൽ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസ് ഉണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ എംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ ജോലി ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ഉണ്ട്. കേരളത്തിന് ഉള്ളിൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിന് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസുമായി മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഓട്ടോമാറ്റിക്കലി ജനറൽ വന്നിട്ടുണ്ടാവും, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. നമുക്ക് റിലീജിയൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. കാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്ലേസ് ഓഫ് ബർത്ത് ആണ്, അപ്ലിക്കൻ്റ് എവിടെയാണോ ജനിച്ചത് അതൊന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അച്ഛൻ ജനിച്ച സ്ഥലം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. വില്ലേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അമ്മയുടെ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒക്യുപ്പേഷൻ ഡീറ്റെയിൽസ് ഓഫ് പാരൻസ് ആണ്. ഇതിലേതെങ്കിലും നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ജോലി ആണെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് ഇവിടെ ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ അതേഴ്സ് ആണെങ്കിൽ അതേഴ്സുമായിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഫാദറിൻ്റെ നെയിം ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും, റിലീജിയൻ വന്നിട്ടുണ്ടാവും, കാസ്റ്റ് വന്നിട്ടുണ്ടാവും. ഇനി ചോദിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അച്ഛൻ്റെ എഡ്യൂക്കേഷൻ എബോവ് 4ാം ക്ലാസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇവിടെ യെസ് ആണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ അമ്മേനെ ചോദിക്കുന്നുണ്ട്, 4ാം ക്ലാസ് കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യത അവർക്കുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഇനി ചോദിക്കുന്നത് എൻഗേജ്ഡ് ഇൻ ഹെറിഡിറ്ററി ഒക്യുപ്പേഷൻ, അതായത് പാരമ്പര്യമായിട്ട് വരുന്ന എന്തെങ്കിലും ഒക്യുപ്പേഷനിൽ എൻഗേജ്ഡ് ആണോ, അതായത് ഗ്രാൻഡ് പാരൻസ് ആയിട്ട് തുടങ്ങി വെച്ച എന്തെങ്കിലും ഇപ്പോഴും കൈമാറി നമുക്ക് ഇൻകം വരുന്നുണ്ടോ. മീൻസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ഷോപ്പ് ഉണ്ട്, അത് നമ്മുടെ തലമുറകളായിട്ട് നമ്മുടെ കൈമാറി അതിലൊരു ഇൻകം വരുന്നുണ്ടെങ്കിൽ അതൊരു ഹെറിഡിറ്ററി ആണ്. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇൻകം വരുന്നുണ്ടെങ്കിൽ അത് യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. അച്ഛൻ്റെ അമ്മേനെയും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പാരൻസിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക. ഫാദർ ആണെങ്കിൽ ഫാദർ, ഒക്യുപ്പേഷൻ ആണെങ്കിൽ എന്താണോ ഒക്യുപ്പേഷൻ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്ലസ് കൂടുതൽ ജോലികളുണ്ടെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് മദറിൻ്റെ ഇവിടെ പ്ലസ് ചെയ്തിട്ട് മദറിൻ്റെ എടുക്കാം. ഹൗസ് വൈഫ് ആണെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പ്രോപ്പർട്ടി ഓണേഴ്സ്, നമ്മുടെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എടുക്കുന്ന ആളുടെ പേരിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക. അതിന് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നോ ആണെങ്കിൽ നോ കൊടുത്ത് മുന്നോട്ട് പോവുക. പിന്നെ നമുക്ക് ചോദിക്കുന്നത് അതർ ഇൻകം ഡീറ്റെയിൽസ് ആണ്. അച്ഛൻ ടാക്സ് പേ ചെയ്യുന്നുണ്ടോ ഉണ്ടോ ഇല്ല എന്നാണ്. യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അമ്മ ഉണ്ടോ ഇല്ലയോ ചോദിക്കുന്നുണ്ട്, കൊടുക്കുക. എന്തെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽസും യെസ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ബോക്സിൽ കൊടുക്കുക. ഇവിടെ നമുക്ക് ചോദിക്കുന്നുണ്ട് ആനുവൽ ഇൻകം ആണ് നമ്മളിവിടെ ചോദിക്കുന്നത്. നമ്മുടെ റേഷൻ കാർഡിൽ മന്ത്ലി ഇൻകം ഉണ്ടാവും, അത് ആനുവലാക്കി മാറ്റിയിട്ട് ആനുവൽ ഇൻകം കൊടുക്കുക. അതിനുശേഷം നമ്മൾ അപ്ലിക്കൻ്റ് നെയിം നമുക്ക് നമ്മൾ തന്നെയാണെങ്കിൽ നമ്മുടെ പേരായിരിക്കും അവിടെ വരിക, സെൽഫ് കൊടുക്കുക. നമ്മൾ വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ നമ്മൾ സിസ്റ്റർക്കോ സിസ്റ്ററിന് ലോയോ സണ്ണോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്റർ കൊടുക്കുക. സിസ്റ്ററിൻ്റെ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെൽഫ് ആണെങ്കിൽ നമ്മൾ സെൽഫ് കൊടുത്ത് മുന്നോട്ട് പോവാം. എന്നിട്ട് നമ്മൾ സേവ് ആൻഡ് ഫോർവേഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പോപ്പ് മെസ്സേജ് വരുന്നുണ്ട്. യുവർ ആപ്ലിക്കേഷൻ ഈസ് സേവ്ഡ് സക്സസ്ഫുള്ളി, അറ്റാച്ച് സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സേവ് ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് വരുന്നത്
ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുകയും പേയ്മെൻറ്റ് ചെയ്യുമാണ്. അപ്പോൾ നമുക്ക് ഓക്കെ ബട്ടൺ കൊടുക്കുക, മുന്നോട്ട് പോവുക. അതിനുശേഷം റേഷൻ കാർഡ് ഇതിന് മുന്നേ അപ്ഡേറ്റ് ചെയ്തവരാണെങ്കിൽ റേഷൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക, സ്കൂൾ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യുക, സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, ഇൻകം ടാക്സ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക, ബേസിക്സ് ടാക്സ് റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, അഫിഡവിറ്റ് സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ അത് ചെയ്യുക, സർവീസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഒക്കെ അപ്ലോഡ് ചെയ്യുക. നമുക്ക് PDF ഡോക്യുമെൻറ്റ്സ് ആയിട്ട് മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെയാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനാണ് വരുന്നത്. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് 15 രൂപ മാത്രമേ പേയ്മെൻറ്റ് ആവുകയുള്ളൂ. ഇവിടെ നമുക്ക് മേക്ക് പേയ്മെൻറ്റ് ബട്ടൺ എടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ നമുക്ക് നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം, QR ഉപയോഗിക്കാം, UPI ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പേയ്മെൻ്റ് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. എനിക്കിവിടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലാത്തതിനാൽ ഞാനിവിടെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല. നമുക്ക് UPI ഒക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 15 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിനി നമ്മുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവീസിൽ പോവുക, ട്രാക്ക് ഗ്രിവലൻസ് കൊടുക്കുക. ഇവിടെ നമുക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നവരെ ബി സേഫ്, ഹാവ് എ നൈസ് ഡേ, താങ്ക് യു.